ഞാൻ പറഞ്ഞല്ലോ, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് എൻ്റെ പാർട്ടിയാണ്, ഞാനല്ല. ഞാനും കേൾക്കുന്നുണ്ട്, അത്രയുണ്ട്. പാർട്ടി പറഞ്ഞില്ലല്ലോ ഇതെല്ലാം ആയത്. ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ തീരുമാനിച്ചിട്ട് ഒന്നും ആയിട്ടില്ലല്ലോ. ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാളെയും എൻ്റെ നിലപാടതാണ്. ഞാൻ സ്വമേധയാ വളണ്ടറി ആയിട്ട് ഇല്ലെന്നോ ഉണ്ടെന്നോ പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം കാര്യമല്ല ഇത് പാർട്ടിയുടെയും സമൂഹത്തിൻ്റെയും പ്രശ്നമാണ്. ആ നിലക്ക് മാത്രമേ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടുള്ളൂ, നാളെയും അങ്ങനെ ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ അതാ ഞാൻ എൻ്റെ കാര്യം, ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയുമാണ്. അവർ പറഞ്ഞാൽ മത്സരിക്കും, പറഞ്ഞില്ലേ മത്സരിക്കില്ല, തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിക്കും. അത് എൻ്റെ ഒരു കൺസേണിൽപ്പെട്ടൊരു കാര്യമല്ല. തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണമെന്ന് പാർട്ടി ആ സമയത്ത് പറയും, ആ പറയുന്നത് ഞാൻ ചെയ്യും. എന്നാലും അങ്ങയുടെ മനസ്സിലെ ഒരു ആഗ്രഹം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. മത്സരിക്കുമോ ഇല്ലയോ? ഞാൻ പറഞ്ഞല്ലോ, ഉത്തരം ഞാൻ പറഞ്ഞു. അതിൽ ആ ഉത്തരത്തിന് വ്യക്തതയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. വ്യക്തതയില്ല, ഞാൻ പറയാം, ആ ഉത്തരം ഞാനല്ല പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ചോദിക്കാനായിട്ട് മിനിസ്റ്റർ കാര്യമുണ്ട്. കാരണം കോഴിക്കോട് അടക്കമുള്ള ചില പാർട്ടി കമ്മിറ്റികൾ അങ്ങക്കെതിരെ, അങ്ങ് മത്സരിക്കുന്നതിനെതിരെ പരസ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങ് മത്സരിക്കുമോ ഇല്ലയോ? എൻ്റെ ചോദ്യം അതാണ്. അത് ഈ ചോദ്യത്തിനും തീരുമാനം എടുക്കേണ്ടത് ആരാണ്? താങ്കൾ ചോദിച്ച ചോദ്യത്തിന്മേൽ ഞാൻ തനിച്ചാണ് ഒരു തീരുമാനം എടുക്കുക? അങ്ങനെ പറ്റൂലല്ലോ. അതെൻ്റെ പാർട്ടി ആലോചിക്കും, മുന്നണി ആലോചിക്കും, തീരുമാനിക്കും. അല്ല, പാർട്ടി പറയട്ടെ, അങ്ങയുടെ മനസ്സിലാഗ്രഹം പറഞ്ഞു. അല്ലാതെ പാർട്ടി പറഞ്ഞത് എന്തായാലും എൻ്റെ മനസ്സതാണ്. ഞാൻ, താങ്കൾക്ക് അറിയാൻ തോന്നുന്നു, ഞാൻ ഒറ്റ കാര്യത്തിലെ വിയോജിപ്പ് പറയാറുള്ളൂ. അത് രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ബാക്കി ഏത് കാര്യത്തിലും പാർട്ടിയുടെ അനുസരണയുള്ള ഒരു പ്രവർത്തകൻ മാത്രമാണ് ഞാൻ.